ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ 4 ദിവസമായി നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചില ചെടികൾക്കൊക്കെ ദിവസവും നനവ് വേണ്ട ചെടികളൊക്കെ നമ്മളൊന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ ഞാനത് നനയ്ക്കാത്തത് കൊണ്ട് ചെറുതായിട്ടൊക്കെ ഉണങ്ങിയ ചെടികളുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ പിന്നെ ഈ ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ കാരണം നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെയും അതിൽ തന്നെ പെന്നി വെട്ട് പ്ലാന്റ്സിൻ്റെയും പോട്ടി മിക്സ് ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻസ് ഉണ്ട് എനിക്ക് വരുന്നത്. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് ഞാനിപ്പോൾ ഒരുപാട് ഞാൻ എഴുതി അവർക്ക് കമൻറ്റ് മറുപടി കൊടുക്കുന്നുണ്ട്. എങ്കിലും അത് എത്രത്തോളം അവർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. പിന്നെ പെന്നി വെട്ട് പ്ലാന്റിൻ്റെ ചോദിക്കുന്നുണ്ട്. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കറക്റ്റ് പോട്ടി മിക്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടതാണ്, അവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ പെന്നിവെട്ടി പ്ലാന്റ്സിൻ്റെയും പോട്ടി മിക്സിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരുപാട് ലെങ്ത് ഇല്ലാത്ത വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോ കാണുമെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് നമുക്കറിയാം, ഒരുപാട് വെള്ളവും വേണ്ട, ഒരുപാട് വെയിലും വേണ്ടല്ലേ. ചെറിയ വെളിച്ചത്തിൽ നന്നായിട്ട് വളരുന്ന ചെടിയാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്. അപ്പോൾ ഇവർക്ക് വെള്ളം വാർന്നു പോകുന്ന നല്ലൊരു പോട്ടിങ്സിലാണ് കേട്ടോ ഇവരെ നട്ടു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പോട്ടിങ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിൽ പോട്ടിങ്സ് ഒന്നും കാണിക്കുന്നില്ല, ഈ അടുത്ത് ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, പറയുന്ന വീഡിയോ ഉണ്ടോ. നമുക്ക് മണലെടുക്കണം, അതുപോലെ തന്നെ ചകിരിച്ചോറ്, അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടിയത് പെർലൈറ്റ്, ഉമി, സാഫ്, ചാണകപ്പൊടി, 6 അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മണ്ണ് ആഡ് ചെയ്യട്ടോ. അപ്പോൾ ഈ 7 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് സൂപ്പറായിട്ടുള്ള പോട്ടി മിക്സ് ആവും കേട്ടോ. അതായത് നല്ല വെള്ളം വാർന്നു പോകുന്ന നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആവും. കാരണം നമ്മൾ ഉമി, പെർലൈറ്റ്, കൊക്കോപിറ്റ് അത് 3 ഇട്ടാൽ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ പോട്ടി മിക്സ് നല്ല രീതിയിൽ നല്ല പിന്നെ എന്താ പറയുക, വെള്ളം വാർന്നു പോകുന്ന ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആകും. അതുപോലെ തന്നെ നമുക്കതിൽ ചാണകപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മണലില്ലാത്തവർ എംസാന് കഴുകി ഉപയോഗിക്കണം കേട്ടോ. അങ്ങനെ മണൽ നിർബന്ധമാണ് കേട്ടോ. മണലില്ലെങ്കിൽ എംസാന് കഴുകി ഉപയോഗിക്കണം. അതിൻ്റെ കൂടെ ഫംഗിസൈഡ് ആയിട്ടുള്ള സാഫും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ നല്ലൊരു പോട്ടിങ്സ് ആവും കേട്ടോ. നമ്മുടെ അഗ്ലോണിയം പ്ലാന്റ്സിന് നന്നായിട്ട് വേരോടാനൊക്കെ ഈ ഒരു പെർലൈറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വേരോടാനും ഉമിയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് നന്നായിട്ട് വേരോടാനൊക്കെ പറ്റും. അപ്പോൾ അതിൻ്റെ പിന്നെ ഉമി, അതുപോലെ ഉമി എവിടെ നിന്നാണ് കിട്ടുന്നത് ചോദിക്കുന്നുണ്ട്, പെർലൈറ്റ് എവിടെ കിട്ടുന്നതെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം പെർലൈറ്റ്, ഉമി എല്ലാം ചാണകപ്പൊടി നമുക്ക് വേണ്ട എല്ലാം നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ പിക്ചർ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇടാറുണ്ട്, ഫുൾ വീഡിയോയിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് പ്രൊഡക്റ്റിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നെയ്സറിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ അധികം നെയ്സറിലും പെർലൈറ്റും ഉമിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉമി കിട്ടിയിട്ടില്ലെങ്കിൽ, ഉമി ചിലപ്പോൾ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ റൈസ് ഉക്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഈ 7 സംഗതി, അതായത് മണൽ, കൊക്കോപ്പിറ്റ, ചാണകപ്പൊടി, പെർലൈറ്റ്, ഉമി, സാഫ്, കുറച്ച് മണ്ണ്, അങ്ങനെ 7 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ പോട്ടിങ്സ് നല്ല ലൂസായിട്ടുള്ള പോട്ടിങ്സ് ആകും. നന്നായിട്ട് വേരോടാനും വെള്ളം വലിച്ചെടുക്കാനൊക്കെ കഴിവ് നമ്മുടെ പെർലൈറ്റിനുണ്ട്. അപ്പോൾ പോട്ടിമിക്സ് ലൂസായി തന്നെ നന്നായിട്ട് ബേബി പ്ലാന്റ് ഒക്കെ വരും കേട്ടോ. നല്ല ഗ്രോത്ത് ആയിട്ട് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് വളരും കേട്ടോ. അങ്ങനെയുള്ള പോട്ടിമിക്സിലാണ് നമ്മൾ പോട്ടിമിക്സ് ഇങ്ങനെ എപ്പോഴും തൊടുമ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് താഴോട്ട് വീഴണം. അതായത് കട്ട പിടിക്കാതെ നല്ല ലൂസായിട്ടുള്ള പോട്ടിങ്സ് ആണ്. എപ്പോഴും നനച്ചു കൊടുക്കേണ്ട, മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ട് ഇതാണ് കറക്റ്റുള്ള പോട്ടി മിക്സ് കേട്ടോ. നിങ്ങൾക്ക് വളം ചേർക്കണമെങ്കിൽ കുറച്ച് എല്ലുപൊടിയും കൂടി നമുക്ക് കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സിന് നമുക്ക് ബാസാക്കോട്ട ഫെർട്ടിലൈസർ കൊടുക്കുക, NPK കൊടുക്കുക, ചാണകപ്പൊടി കൊടുക്കുക, ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ പെന്നിവേട്ട് പ്ലാന്റിൻ്റെതാണ് പറയാൻ പോകുന്നത്. പെന്നിവേട്ട് പ്ലാന്റ് നമുക്ക് പോട്ടി മിക്സ് വെച്ചിട്ടും അതുപോലെ തന്നെ വെള്ളത്തിന് 2 രീതിയിൽ നമുക്ക് പെന്നിവേട്ട് പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ഹോൾസ് ഇല്ലാത്ത ഒരു പോട്ട് എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പെന്നിവേട്ട് പ്ലാന്റിനെ നമുക്ക് വളർത്താം. അതിൽ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വളരും. പിന്നെ NPK ഒക്കെ ചെറിയ അളവിലെടുത്തിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് അതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിലൊക്കെ ആ പെന്നിവേട്ട് പ്ലാന്റൊക്കെ നല്ല രീതിയിൽ വളരും, നല്ല ബുഷിയായിട്ട് വളരും കേട്ടോ. പിന്നെ ഒരു പോട്ടി മിക്സ് കൊടുത്തിട്ടുള്ള പെന്നിവേട്ട് ചെയ്യേണ്ടത് നമ്മൾ ലെയറായിട്ടാണ് കൊടുക്കേണ്ടത്. ലെയറായിട്ട് എന്നൊക്കെ ഞാൻ കമൻറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലെയറിൽ നിന്ന് വിവരിക്കുക നമ്മളൊരു പിന്നെ ഇത് വെക്കാനുള്ളൊരു ഇത് എന്ത്
ഒരു പോട്ട് എടുക്കുക. പെന്നിവേട്ട് നടാനുള്ള ഒരു പോട്ട് എടുത്തിട്ട് നമ്മൾ ആ പോട്ടിൻ്റെ അടിവശത്ത് കുറച്ച് ചാണകപ്പൊടി ഇടുക. അതിനുശേഷം നമ്മൾ മണലിടുക. മണലും കൂടി മിക്സ് ചെയ്തിടുക. വീണ്ടും നമ്മൾ ചാണകപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ മണലും ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് നമ്മൾ വെച്ചിട്ട് നമ്മളെ പ്ലാന്റ്സ് അതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ മണ്ണും ചാണകപ്പൊടിയും ഇളകാത്ത രീതിയിൽ നമ്മൾ ലോട്ടസ് ഒക്കെ വളർത്തുന്ന പോലെ തന്നെയാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ പെന്നിവേട്ട് പ്ലാന്റ് നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവും കേട്ടോ. അതിൽ എപ്പോഴും നമുക്ക് ഈ ഡ്രൈനേജ് ഹോൾസ് ഇല്ലാത്ത പോട്ടാണ് നമ്മുടെ പെന്നിവേട്ട് പ്ലാന്റിന് വേണ്ടിയത്. അതുകൂടാതെ എപ്പോഴും ഈ ചെടിയിൽ നല്ല നനവുണ്ടാവണം കേട്ടോ. ഇപ്പോൾ 4 ദിവസം വെയിലായതുകൊണ്ട് വെള്ളം കുറച്ച് കുറഞ്ഞിട്ടാണ് എൻ്റെ പെന്നിവേട്ട് പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നത്. കുറച്ചും കൂടെ കണ്ടില്ലേ ഇങ്ങനെ ചെതറി നിൽക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ അരമണിക്കൂർ മുന്നേ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇപ്പോൾ നേരായി വരും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നേരായി വരും. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റിന് എപ്പോഴും ഈർപ്പം, അതായത് നല്ല ഒരു ചളി രൂപത്തിലുള്ള പോട്ടി മിക്സാണ് ഇതിനിഷ്ടം. അപ്പോൾ ഇതിനെപ്പോഴും നമ്മളെ പോട്ടിൽ വെള്ളം വേണം കേട്ടോ. വെള്ളം എത്ര ഒഴിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ചാണകപ്പൊടി മണലും കൂടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെടി നല്ല ഗ്രോത്തോടെ വളരും കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, നന്നായിട്ട് വേര് വരുന്ന ഒരു ചെടിയാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോട്ടൊക്കെ നിലത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുറച്ചിങ്ങനെ അതിൻ്റെ നമ്മുടെ എന്താ പറയുക മണി പ്ലാന്റ് ഒക്കെ പോകുന്ന രീതിയിൽ പെന്നിവേട്ടിൻ്റെ പ്ലാന്റിൻ്റെ ആ തൈകൾ ഇങ്ങനെ നീണ്ടു പോയിട്ട് അവിടെയൊക്കെ പറ്റി പിടിച്ചിട്ട് ഉണ്ടാവുന്നത് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലുള്ള പോട്ടി മിക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ 2 ചെടിക്കും നല്ല പോട്ടി മിക്സ് ആയിരിക്കും. ഞാൻ കൊടുക്കുന്ന പോട്ടി മിക്സിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ഇപ്പോൾ പെന്നിവേട്ട് പ്ലാന്റ്സിന് നമ്മൾ ലെയറായിട്ട് ചാണകപ്പൊടി മണൽ ചാണകപ്പൊടി മണൽ ഇങ്ങനെ ഇട്ടിട്ട് വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിന് പിന്നെ കുറച്ച് സൺസൈഡിൻ്റെ അടിയിൽ ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അഗ്ലോണിമ പ്ലാന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ വെളിച്ചത്തിൽ ലോ ലൈറ്റിൽ കുറഞ്ഞ വെള്ളത്തിലൊക്കെ വളരുന്ന, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, അങ്ങനെ വളരുന്ന ചെടിയാണ് നമ്മുടെ അഗ്ലോണിമ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പോട്ടി മിക്സ് കറക്റ്റായാലും, അതായത് അടിത്തറ കറക്റ്റായാലും മാത്രമേ ഉള്ളൂ നമ്മൾ പറയില്ല അടിത്തറ നന്നാവണം. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സ് നന്നാൽ മാത്രമേ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുള്ളൂ. പോട്ടി മിക്സ് കറക്റ്റ് അല്ലെങ്കിലാണ് നമ്മുടെ ചെടിക്ക് ബേബി പ്ലാന്റ് വരാത്തതും ചെടി ചീഞ്ഞു പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.